ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഉപനേതാവ് ആസാമിലെ ജോർഹട്ടിൽ നിന്നുള്ള MP ഗൗരവ് ഗൊഗോയിയാണ്. ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ എലിസബത്ത് കോൾബൺ. ഇവർ 12 വർഷം മുമ്പ് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ച് 12 വർഷമായിട്ടും ബ്രിട്ടീഷുകാരിയായ എലിസബത്ത് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു വിവാദമുണ്ടായിരിക്കുന്നു. ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ ISIയുടെ ചാരസംഘടന, പാകിസ്ഥാൻ്റെ ചാരസംഘടനയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് പറയുന്ന ഒരു വലിയ കോളിളക്കമുണ്ടാക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു. അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അലി തൗഖീർ ഷെയ്ബ് എന്ന് പറയുന്ന ഷെയ്ഖിനെതിരെ എന്ന പാകിസ്ഥാനിക്കെതിരെ കേസെടുക്കാൻ ആസാം സർക്കാർ ആലോചിക്കുന്നു എന്നും കേൾക്കുന്നു. എന്താണ് ഈ വിവാദം? ഈ ചാരക്കേസിലെ യാഥാർത്ഥ്യം എന്താണ്? ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഗൗരവ് ഗൊഗോയ് പഴയ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ മകനാണ്. ഈ ഗൗരവ് ഗൊഗോയ് പാകിസ്ഥാൻ്റെ സ്ഥാനപതി അബ്ദുൾ ബാസിത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു പടവും നിൽക്കുന്നതല്ല, പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ എന്ന് എഴുതിയ മറ്റേ ബാക്ക് ഡ്രോപ്പ് ഇരുന്നിട്ട് അതിൻ്റെ മുന്നിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറും ബാസിദും ഗൗരവ് ഗൊഗോയും കൂടി ഇരിക്കുന്നു. ഫ്രണ്ടിൽ കുറേ കസേരകളിൽ ആളുകളിരിക്കുന്നു. അതേ സംബന്ധിച്ച് BJP പറയുന്നത്, BJP അല്ല, ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ പറയുന്നത് ആസാമിൽ നിന്നുള്ള ചെറുപ്പക്കാരെ നേരെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഇവരുടെ ബ്രെയിൻ വാഷ് ചെയ്യും, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരെ തീവ്രവാദികളും ഒക്കെ ആക്കുന്ന, റാഡിക്കലൈസ് ചെയ്യാനുള്ള പണി ഇന്ത്യയിലെ പ്രതിപക്ഷ ഉപനേതാവ് ചെയ്യുന്നു എന്ന ആരോപണവും ആസാം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ശർമ്മ ഒരുപാട് ഇതിനെതിരെ ആക്രമണം നടത്തുന്നുണ്ട്, ഗൊഗോയ്ക്കെതിരെ. ഗൊഗോയ് മുമ്പ് മോദിക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ആളുമാണ്, പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ എലിസബത്ത് കോൾബൺ ബ്രിട്ടീഷ് പൗരത്വമുള്ള സ്ത്രീയാണ്. അവരുടെ PhD അതിൻ്റെ മേൽനോട്ടം വഹിച്ച ആളാണ് ഈ അലി തൗഖീർ ഷെയ്ഖ്. ആ അലി തൗഖീർ ഷെയ്ഖിനെതിരെയാണ് ഈ അന്വേഷണം. അയാള് പാകിസ്ഥാൻ പ്ലാനിംഗ് കമ്മീഷന്റെ പാകിസ്ഥാന്റെ ആസൂത്രണ കമ്മീഷന്റെ ഉപദേഷ്ടാവാണ് ഈ അലി തൗഖീർ. ചെയർമാൻ അല്ലേ? എവിടെയോ ചെയർമാൻ എന്നും വായിച്ചു. മുമ്പ് ചെയർമാൻ ആയിരുന്നിരിക്കും, ഇപ്പോൾ ഉപദേഷ്ടാവാണ്. വലിയ പോസ്റ്റാണത്. അതെ, അപ്പോൾ ആ ഷെയ്ഖാണ് PhD പ്രബന്ധം. ഇവർ PhD ചെയ്യുമ്പോൾ മേൽനോട്ടം, ഗൈഡ് എന്നൊക്കെ പറയാവുന്നത് ഈ ഷെയ്ഖ് ഇസ്ലാമാബാദിലായിരുന്നു. അപ്പോൾ ഗൊഗോയ് ഈ എലിസബത്തിനെ അമേരിക്കയിൽ വെച്ച് കണ്ട് പ്രണയിച്ച് 2013 ഡൽഹിയിൽ വെച്ചാണ് വിവാഹം നടന്നത്. ഇപ്പോൾ ഈ എലിസബത്ത് ഓക്സ്ഫോർഡ് പോളിസി മാനേജ്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്, ഡൽഹിയിൽ. അതിൽ അവർക്ക് ക്ലൈമറ്റ് ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, കാലാവസ്ഥാ വ്യതിയാനം. ടീം ലീഡർ എനർജി റിസോഴ്സസ് എന്ന് ആണ്, ടീം ലീഡറാണ് അവർ ഇതിൻ്റെയൊക്കെ. അപ്പോൾ അതിന് മുമ്പ് അവർ പാകിസ്ഥാനിലെ ക്ലൈമറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് നോളജ് നെറ്റ്വർക്ക് അതിലാണ് ഉണ്ടായിരുന്നത്, CDKN. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇത് സംശയാസ്പദ സംഘടനകളാണെന്ന് തോന്നും. ക്ലൈമറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് നോളജ് നെറ്റ്വർക്ക്, അങ്ങനെയാണ് പലയിടത്തും ഈ അണ്ടർ കവർ ആയിട്ട് ചാരസംഘടനകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ CDKN എന്ന് പറഞ്ഞ ഈ സംഘടന, ക്ലൈമറ്റ് സംഘടന പാകിസ്ഥാനിലെ, അത് വേറൊരു സംഘടനയുടെ പങ്കാളിയാണ്, പാർട്ട്ണർ ആണ്. ആ സംഘടനയുടെ പേര് ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ ലോക്കൽ എൻവയോൺമെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് എന്നാണ് സംഘടനയുടെ പേര്, ICLEI. ഈ ICLEIക്ക് $2.1 മില്യൺ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോറോസിന്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതെ, അത് ഇന്ത്യയുടെ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ 18.21 കോടി. എല്ലായിടത്തും സോറോസ് കാണാം നമുക്ക്. സോറോസിന്റെ ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാവാം. നേരത്തെ അമേരിക്കൻ സെനറ്റർ, അമേരിക്കയിലായിരുന്നപ്പോൾ അമേരിക്കൻ സെനറ്റർ അവിടെ പഠിച്ചിരുന്നപ്പോൾ അമേരിക്കൻ സെനറ്റർ ടോം ഉഡലിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. ഈ ഉഡൽ സോറോസിൻ്റെ സുഹൃത്താണ്. സോറോസ് ഈ ക്യാമ്പയിൻ ഫണ്ട്, ഈ ഉഡൽ സെനറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ക്യാമ്പയിൻ ഫണ്ട് കൊടുത്തിരുന്നു ഈ ഉഡലിന്.
പാകിസ്ഥാന് ഫണ്ട് ശുപാർശ ചെയ്ത അമേരിക്കയുടെ സെനറ്റ് ഇൻ്റലിജൻസ് കമ്മിറ്റിയിൽ ഉഡാൽ അംഗവുമായിരുന്നു. അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോറോസ് ബന്ധങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ എല്ലായിടത്തും ഒരു പൊതു ഘടകമുണ്ട്, അത് ജോർജ് സോറോസാണ്. അതുണ്ട്. അപ്പോൾ അസമിൽ 2020-24 കാലത്തും ഈ MP ആയിരുന്നു ജോർഹട്ടിൽ നിന്ന് ഗൊഗോയ്. ഇപ്പോൾ ഉപനേതാവ് ഈ ആദിർ രഞ്ജൻ ചൗധരിയുടെ കൂടെ പ്രവർത്തിച്ചിരുന്നു. ഈ നേരത്തെ സഭയിൽ പ്രവർത്തിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകനാണ്. മുമ്പ് എയർടെല്ലിൽ ജോലി ചെയ്തിരുന്നു ഗൊഗോയ്. അവിടം വിട്ടിട്ട് ഡൽഹിയിൽ ഒരു NGO തുടങ്ങി. ഈ തരുൺ ഗൊഗോയ്ക്കും ഗൗരവ് ഗൊഗോയ്ക്കും NGO വഴിയുണ്ട്. പറഞ്ഞാൽ കാശ് വരാനുള്ള ഒരു മറ. അതെ, പല NGOകളും അങ്ങനെ. നമ്മൾ കേരളത്തിലെ NGO ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആയിരക്കണക്കിന് ആളുകളെ പറ്റിച്ച NGO. അതെ, മുമ്പ് ആളുകൾ ട്രസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. മുമ്പ് ഈ MO മത്തായി, ചേച്ചമ്മ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്ന പോലെ. അപ്പോൾ ഡൽഹിയിൽ പ്രവാഹ് എന്ന് പറഞ്ഞൊരു NGO 2005 തുടങ്ങിയിരുന്നു ഇങ്ങേര്. ഇപ്പോൾ ഫാം ടു ഫുഡ് എന്ന് പറഞ്ഞൊരു NGO ഉണ്ട് ഈ ഗൗരവ് ഗൊഗോയ്ക്ക്. ഈ ഫാം ടു ഫുഡ് എന്ന് പറഞ്ഞ NGOയ്ക്ക് FCRA ലൈസൻസ് ഇല്ല, വിദേശ ഫണ്ട് മേടിക്കാനുള്ള ലൈസൻസ് ഇല്ല. അതിന് മനഃപൂർവ്വമായിരിക്കും, കൊടുക്കുകയില്ലല്ലോ. പക്ഷേ വേറൊരു വഴി വെട്ടിയിട്ടുണ്ട് അതിനകത്ത്. ഇതിൻ്റെ പാർട്ട്ണർ ഫാം ടു ഫുഡ് എന്ന് പറഞ്ഞ ഗൊഗോയുടെ NGOയുടെ പാർട്ട്ണർ നാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പാർട്ട്ണറുണ്ട്. നാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്ക് സോറോസിന്റെ ഫണ്ട് കിട്ടുന്നുണ്ട്. ഇത് മൊത്തം അങ്ങനെ കെട്ടുപിടഞ്ഞ് ആകെ ഓർത്തിരിക്കാൻ പറ്റുന്ന പേര് ജോർജ് സോറോസിന്റെയാണ്. സോറോസിന്റെയാണ് ഈ ഏർപ്പാട് മുഴുവൻ ഏർപ്പാടും അങ്ങനെയാണ്. അപ്പോൾ അമേരിക്കയില് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനാണ് ഗൗരവ് ഗൊഗോയ് പോയത്. അങ്ങനെയാണ് ഈ എലിസബത്തിനെയൊക്കെ കണ്ടുമുട്ടുന്നത്. അവിടെ 2 മക്കളുണ്ട് അവർക്ക്. വലിയ കുടുംബമാണ്. ആസാമിലെ ഒരു വലിയ കവി ഗണേഷ് ഗൊഗോയ് ഒക്കെ ഈ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. 2023 ഓഗസ്റ്റിൽ മോദിക്കെതിരെ അവിശ്വാസം അവതരിപ്പിച്ചത് ഗൗരവ് ഗൊഗോയ് ആണ്. അന്ന് പലപ്പോഴും ഈ ഗൗരവ് ഗൊഗോയ് ആണ് ആദ്യം തുടങ്ങിയത്. അന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് പ്രസംഗിക്കുമ്പോഴും മണിപ്പൂരിൽ എന്തേ മോദി പോയില്ല എന്നുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിയ ആളാണ് ഈ ഗൊഗോയ്. ഈ കഴിഞ്ഞ ദിവസം ഹിമന്ത ബിശ്വ ശർമ്മ ഒരു പോയിന്റ് പറഞ്ഞു. വിദേശ വനിതകൾ, ഈ എലിസബത്ത് ഇപ്പോഴും ബ്രിട്ടീഷ് പൗരയായിട്ട് തുടരുകയാണല്ലോ, വിദേശ വനിതകൾ MP-മാരുടെ ഭാര്യമാരായാൽ ഇന്ത്യൻ പൗരത്വം നേടണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു ഹിമന്ത ബിശ്വ ശർമ്മ. അതിന് കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സിംഗപ്പൂരിൽ ഹിമന്ത ബിശ്വ ശർമ്മ അടുത്ത കാലത്ത് ഒരു IFS ഓഫീസറെ കണ്ടു, ഏതോ ചടങ്ങിന് പോയപ്പോൾ. അപ്പോൾ IFS ഓഫീസറുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങേര് IFS ഓഫീസർ പറഞ്ഞു, IFS ഇന്ത്യൻ വിദേശകാര്യ സർവീസിലുള്ളവർ വിദേശികളെ വിവാഹം ചെയ്യുകയാണെങ്കിൽ മുൻകൂർ അനുമതി വേണം കേന്ദ്രത്തിൻ്റെ. മാത്രമല്ല, വിവാഹം ചെയ്ത 6 മാസത്തിനകം ആ സ്പൗസ്, ഭാര്യയോ ഭർത്താവോ ആരാണ് വിദേശി എന്ന് വെച്ചാൽ അവർ 6 മാസത്തിനകം ഇന്ത്യൻ പൗരത്വം നേടണം. അപ്പോൾ 12 കൊല്ലം ആയി എലിസബത്ത് ഈ ബ്രിട്ടീഷ് പൗരത്വം സൂക്ഷിക്കുന്നു. അത് രാജ്യത്തിന് അപകടമാണ്, രാജ്യത്തിനോട് കൂറ് വേണം. ശർമ്മ പറഞ്ഞാണിത്. എന്നിട്ട് അങ്ങേര് പറഞ്ഞു PhDയുടെ ഇവരുടെ സൂപ്പർവൈസർ അലി തൗക്കീർ ഷെയ്ഖ് ആയിരുന്നു എന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് ചില ആളുകളുടെ പേര്, രാജീവ് ഗാന്ധി, ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി വിദേശിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ 6 മാസത്തിനകം ഇന്ത്യൻ പൗരത്വം നേടിയതാണ് അവര്. ഫറൂഖ് അബ്ദുള്ള വിദേശ വനിതയാണ് വിവാഹം ചെയ്തത്. ശശി തരൂര് അങ്ങനെ ബന്ധമുണ്ടായിരുന്നതാണ്. പവൻ കല്യാൺ, ഇവരൊക്കെ ഭാര്യമാര് ഇന്ത്യൻ പൗരത്വം നേടിയിട്ടുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ 1961 ഈ IFSകാരുടെ നിയമത്തിലാണ് ഇങ്ങനെ 6 മാസത്തിനകം പൗരത്വം നേടണം എന്നൊക്കെ പറഞ്ഞത്. ഇത് MP-മാർക്കും
ബാധകമാക്കണമെന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നു. അല്ല, എം പിമാർക്ക് ബാധകമല്ലെങ്കിലും പലരും അത് സ്വമേധയാ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇപ്പം നമ്മൾ മെഹുവ മൊയ്ത്രയുടെ കേസ് കേട്ടില്ലേ, പാർലമെന്റിന്റെ പാസ്വേഡൊക്കെ അവർ സൈറ്റിലേക്കുള്ള ആക്സസ് കീ വേറെ ആൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വിവാദമുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് പാർലമെന്റ് അംഗം. ഈ പാർലമെന്റ് അംഗത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്തു നിന്നുള്ള ആളായിരിക്കുമ്പോൾ അതിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണ് ഇതുവരെ രാഹുൽ ഗാന്ധിക്ക് സോറോസ് ബന്ധം, വിദേശ ബന്ധങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു പുള്ളി കുറേ രണ്ട് കൈയിലും മീൻ പിടിക്കുന്ന പോലെ ചൈനയിൽ നിർമ്മിച്ച കുറച്ച് ഡ്രോണുകളായിട്ട് നിൽക്കുന്നു. നോക്കൂ, ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ എത്ര മനോഹരം, എത്ര മനോഹരം, ഇന്ത്യക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചൈനയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ് ഈ ടീഷർട്ട് ഗാന്ധി, അല്പബുദ്ധി. അപ്പോൾ അദ്ദേഹം, നമ്മൾ കരുതിയ ഇദ്ദേഹം മാത്രമായിരിക്കുന്ന, അങ്ങനെയല്ല. കോൺഗ്രസ് പാർട്ടി ആകെ ഇപ്പോൾ സോറോസിൽ മുങ്ങി, ഇന്ത്യ വിരുദ്ധതയിൽ മുങ്ങി, പാകിസ്ഥാൻ ചാരസംഘടനയുടെ കയ്യിൽ പോലും അകപ്പെട്ടോ എന്നാണ് നമ്മളിപ്പോൾ സംശയിക്കേണ്ടി വരുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ അടുത്ത ആളാണല്ലോ പ്രതിപക്ഷ ഉപനേതാവെന്ന് പറയുന്നത്. അങ്ങനെ ഒരാളുടെ ഭാര്യ ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ ചാര വനിതയാണെന്ന് പറയുകയും ഇയാൾ നേരിട്ട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറിൽ പോയിരുന്ന് ഹൈക്കമ്മീഷണറുടെ കൂടെ ഇരുന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക്, പാകിസ്ഥാൻ എംബസിയിൽ എന്താണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ളത്? അല്ല, മാതൃകയുണ്ട്. മറ്റേ രാഹുൽ ഗാന്ധി ചൈനീസ് സ്ഥാനപതിയെ എംബസിയിൽ പോയി കണ്ടിരുന്നല്ലോ. അത് കണ്ടു. പക്ഷേ അവിടെ നിന്ന് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുടെ കൂടെ ഇരുന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പിടിച്ചിരുത്തി ക്ലാസ് എടുക്കുന്നത് എന്താണ്? പാകിസ്ഥാൻ മോഡൽ ഇന്ത്യയിൽ നടപ്പാക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എലിസബത്ത് ഇസ്ലാമാബാദിലായിരുന്നല്ലോ വളരെ കാലം. അതെ. ഏതായാലും വലിയ അപകടകരമായ സ്ഥിതിയാണ്. രാജ്യത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം രാജ്യവിരുദ്ധതയുടെ പക്ഷത്താണെന്ന് നമുക്ക് ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എങ്ങാനും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് ഓർക്കുമ്പോൾ അസ്ഥികൾക്കുള്ളിലൂടെ ഒരു തരിപ്പ് കയറി വരുന്നു അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.